അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം. അപ്പോൾ നമുക്കിതേപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് വിട്ട് ആയിട്ടിരിക്കുന്ന ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള, പച്ചമുളക്, ക്യാരറ്റ്, വേപ്പില, ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ റവ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ റവ എടുക്കുന്നത്. അപ്പോൾ റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചിലവർ വെള്ളം പോലെ ഇരിക്കുന്ന ഉപ്പാവ് അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ ഉപ്പുമാവ്, പുട്ട് പോലെ ഇരിക്കുന്ന ഇതേപോലെ വിട്ട് വിട്ട് പോലെ ഇരിക്കുന്ന ഉപ്പാവ് അങ്ങനെ പല രീതിയിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പാവിന് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റവയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പാവിനൊക്കെ ഇത്തിരി വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ അധികം വേണം കേട്ടോ, എന്നാലാണ് ഉപ്പാവ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നവരുണ്ട്, കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നവരുണ്ട്, കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നവരുണ്ട്, പിന്നെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത്രയും സാധനങ്ങളെ ഞാൻ ഇടണുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ക്യാരറ്റൊക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉപ്പുമാവിന് ഒരുപാടൊന്നും മുരിഞ്ഞ് പോവണ്ട കേട്ടോ. നല്ല വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയുമൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചോളും. പിന്നെ പോരെങ്കിൽ ഉപ്പ് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് ഉള്ള ഉപ്പാവ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു അളവിൽ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമൊഴിച്ച് കൊടുക്കണ അനുസരിച്ചാണ് കേട്ടോ ഒരു ഉപ്പാവും നമുക്ക് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിനുള്ള ഉപ്പാവ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഉപ്പാവ് എടുത്ത ഗ്ലാസ്സിൽ തന്നെ ആ ഒരു അളവിൽ തന്നെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലത്തെ ഉപ്പാവ് റെഡിയായി കിട്ടും. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാൻ. തീ കൂട്ടിയിട്ടിട്ട് റവ ഇട്ട് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അപ്പോൾ തീ സിമ്മിലാക്കിയിട്ട് നമ്മൾ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാലയും റവയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വെച്ച് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെള്ളമൊക്കെ റവയുടെ എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തീയും കുറച്ചിടാമുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്ന് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അധികം വെള്ളമില്ലാതെ വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഉപ്പാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഉപ്പാവ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നന്നായിട്ട് ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഒടിച്ചൊടിച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം.
അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവാണ്. നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഉപ്പാവ്. പിള്ളേർക്കൊക്കെ കട്ടയുള്ള ഉപ്പാവ് ഉണ്ടെങ്കിൽ ഇഷ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.